ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ യോജനയുടെ 19ാം ഗഡുവിൻ്റെ വിവരണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പദ്ധതി പ്രകാരം 9.8 കോടിയിലധികം കർഷകരുടെ അക്കൗണ്ടിലേക്ക് 22,000 കോടി രൂപയാണ് കൈമാറിയത്. നിങ്ങളൊരു ഈ ഒരു PM കിസാൻ ഉപഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 19ാം ഗഡുവിൻ്റെ വിതരണം ലഭിച്ചിട്ടുണ്ടാകും അല്ലേ? സർക്കാർ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു സന്ദേശം അയക്കും. അതും അല്ലെങ്കിൽ പണം അക്കൗണ്ടിൽ വന്നതായിട്ട് ബാങ്കിൽ നിന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെയൊരു മെസ്സേജ് കിട്ടിയിട്ടില്ലെങ്കിൽ പാസ്ബുക്ക് എൻട്രി, ATM മിനി സ്റ്റേറ്റ്മെൻറ്റ്, മൊബൈൽ ബാങ്കിംഗ്, UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴിയും പണം വന്നോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ആർക്കൊക്കെയാണ് 19ാം ഗഡു ലഭിക്കാത്തത് എന്നുള്ളത് നോക്കാം. അപേക്ഷയിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടും. കൂടാതെ ഇതുവരെ EKYC, ആധാർ ലിങ്കിങ്, ഭൂമി പരിശോധന എന്നിവ പൂർത്തിയാക്കാത്ത കർഷകരുടെ ഗഡു മുടങ്ങാനും സാധ്യതയുണ്ട്. കൂടാതെ ബാങ്ക് അക്കൗണ്ടിൽ DBT അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻ ഓൺ ചെയ്യാത്തവർക്കും പണം ലഭിക്കില്ല. ഇതുവരെ നിങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതി ഉപയോഗിച്ച് നിങ്ങളുടെ PM കിസാൻ ഉപഭോക്തൃ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. PM കിസാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ പോവുക. അവിടെ ബെനിഫിഷ്യൽ സ്റ്റാറ്റസ് എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ നൽകുക. ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇനി ഈ ഒരു PM കിസാൻ 19ാം ഗഡു ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കാം. നിങ്ങൾ യോഗ്യനായിട്ടുള്ള കർഷകനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. CSC സെൻറ്റർ അല്ലെങ്കിൽ PM കിസാൻ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് EKYC ചെയ്യണം. ഇതുകൂടാതെ ഭൂമി പരിശോധന എത്രയും പെട്ടെന്ന് നടത്തുക. ബാങ്ക് അക്കൗണ്ടിൽ TBT ഓൺ ചെയ്യുക. PM കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് അത് ഞാൻ താഴെ കൊടുത്തേക്കാം, അതിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക. നിങ്ങളുടെ PM കിസാൻ 19ാം ഗഡു മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ.